ആലപ്പുഴ കോൺഗ്രസിൽ നേരത്തെ പറഞ്ഞ വാർത്ത കൂട്ടരാജി. DCC ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെ രാജിവെച്ചു. കുട്ടനാട്ടിൽ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫും അമ്പലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതാവും വിമത സ്ഥാനാർത്ഥികളാകും. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, അമ്പലപ്പുഴയിൽ ജി സുധാകരനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ ജി സുധാകരനെ പിന്തുണയ്ക്കാനുള്ള നീക്കത്തിൽ അങ്ങനെ മാസീവായൊരു പ്രതിഷേധം നമ്മൾ കണ്ടില്ലെങ്കിൽ കൂടിയും രാജികൾ കണ്ടതാണ്, ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധത്തിനൊരു സ്ഥാനാർത്ഥി രൂപം ഉണ്ടാവുന്നോ അശ്വിൻ? അത്തരത്തിലേക്ക് പോവുകയാണ് ഹാഷ്മി കാര്യങ്ങൾ. നിലവിൽ ഇപ്പോൾ അമ്പലപ്പുഴ മാത്രമല്ല, കുട്ടനാട് സീറ്റ് കൂടി ഈ പ്രശ്നബാധിത സീറ്റായി മാറുകയാണ്. കുട്ടനാട്ടിൽ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കണം എന്ന ആവശ്യം ഏറെ നാളുകളായി നിലനിന്നിരുന്നു. പക്ഷേ അത് നടപ്പായില്ല. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ റെജി ചെറിയാൻ അവിടെ പ്രചരണം തുടങ്ങിയതോടെയാണ് ഒരു കൂട്ടം പ്രവർത്തകരും നേതാക്കളും കോൺഗ്രസിൽ നിന്ന് അതിന്റെ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് രാജിവെച്ച് ഇവിടെ വിമത സ്ഥാനാർത്ഥിയായി കുട്ടനാട്ടിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. സജി ജോസഫിനൊപ്പം 100ഓളം പ്രവർത്തകർ രാജിവെച്ച് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അമ്പലപ്പുഴയിലേക്ക് വന്നാൽ ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഷാനു ഭൂട്ടോ വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നോമിനേഷൻ കൊടുക്കും എന്നാണ് ഷാനു ഭൂട്ടോ പറയുന്നത്. അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. എന്തായാലും നിലവിൽ അമ്പലപ്പുഴയും കുട്ടനാടും കോൺഗ്രസിന്റെ പ്രശ്നബാധിത സീറ്റുകളായി ആലപ്പുഴയിൽ മാറുകയാണ്. കൂടുതൽ രാജികൾ ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഹാഷ്മി.